ടെക് ലോകത്തെ വാർത്തകൾ. വൈദ്യുതി വാഹന വിൽപ്പനയിൽ വൻ കുതിപ്പ്. ചില്ലറ വിൽപ്പനയിൽ 93% വർധനവാണ് രേഖപ്പെടുത്തിയത്. വിൽപ്പനയിൽ ടാറ്റ മോട്ടോഴ്സാണ് ഒന്നാമത്. ജൂലൈയിൽ വൈദ്യുതി വാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ 93% വർധന. കഴിഞ്ഞ മാസം മൊത്തം വൈദ്യുതി യാത്രാ വാഹന വിൽപ്പന 17,528 യൂണിറ്റായി ഉയർന്നതായി ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 8,037 യൂണിറ്റ് മാത്രമായിരുന്നു. വൈദ്യുതി വാഹന വിപണിയിൽ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് മുന്നിൽ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 5,100 വാഹനങ്ങൾ വിറ്റ ടാറ്റ കഴിഞ്ഞ മാസം വിൽപ്പന 6,047 യൂണിറ്റുകളാക്കി ഉയർത്തി. വർധന 19%. എന്നാൽ ഇരുചക്ര വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പന വാർഷികാടിസ്ഥാനത്തിൽ 4% കുറയുകയാണ് ചെയ്തത്. 2024 ജൂലൈയിൽ വിറ്റഴിച്ച 1,07,655 യൂണിറ്റുകളിൽ നിന്ന് 1,02,973 യൂണിറ്റുകളായി കുറഞ്ഞു. TVS മോട്ടോർ കമ്പനി 22,256 ഇരുചക്ര വാഹനം വിറ്റഴിച്ച് ഒന്നാമതെത്തി. കഴിഞ്ഞ വർഷം ഇത് 19,655 യൂണിറ്റുകളായിരുന്നു. ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ വിൽപ്പന കഴിഞ്ഞ വർഷത്തെ 63,675 യൂണിറ്റുകളെ അപേക്ഷിച്ച് 9% കൂടി 69,146 യൂണിറ്റുകളായി. 9,776 യൂണിറ്റുകൾ വിറ്റഴിച്ച മഹീന്ദ്ര ഗ്രൂപ്പാണ് ഈ വിഭാഗത്തിൽ മുന്നിൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. PPP മാതൃകയിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി ഇന്ത്യ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഇതാദ്യമായാണ് രാജ്യം ഇത്തരത്തിലൊരു നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിനായി പിക്സൽ സ്പേസ് കൺസോർഷ്യത്തിന് 1,200 കോടിയുടെ കരാർ നൽകി. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുത്തൻ അധ്യായത്തിന് തുടക്കം. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 12 ഉപഗ്രഹങ്ങളടങ്ങുന്ന ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റ് ശൃംഖല രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രവർത്തിക്കാനും സ്വകാര്യ കൺസോർഷ്യത്തിന് അനുമതി ലഭിച്ചു. ആകെ 12,000 കോടി രൂപയുടേതാണ് കരാർ. പിക്സൽ സ്പേസ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനാണ് ഉപഗ്രഹ നിർമ്മാണത്തിനും വിന്യാസത്തിനും PPP മോഡലിൽ ഇൻസ്പേസ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതാദ്യമായാണ് രാജ്യത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. പിക്സൽ സ്പേസ്, പിയർസൈറ്റ് സ്പേസ്, സാറ്റ്ഷുവർ, ധ്രുവ സ്പേസ് എന്നീ കമ്പനികൾ ചേർന്ന കൺസോർഷ്യമാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖലയ്ക്ക് ഇൻസ്പേസിൽ നിന്ന് കരാർ നേടിയിരിക്കുന്നത്. 5 വർഷം കൊണ്ട് ഉപഗ്രഹ ശൃംഖല പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുക സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഇൻസ്പേസ് ലക്ഷ്യമിടുന്നു. PPP മാതൃക ബഹിരാകാശ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ഇൻസ്പേസ് മേധാവി വ്യക്തമാക്കി. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടെ കെൽപ്പ് തെളിയിക്കുന്ന കരാറാണ് ഇതെന്ന് പവൻ ഗോയങ്ക പറഞ്ഞു. നാളിതുവരെ ISRO മാത്രമാണ് രാജ്യ ആവശ്യത്തിനായി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 12 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുന്നതിനായി പദ്ധതിക്ക് കീഴിൽ അടുത്ത 4-5 വർഷങ്ങൾ കൊണ്ട് കൺസോർഷ്യം 1,500 കോടിയിലേറെ രൂപ നിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ഡാറ്റ സ്വയം പര്യാപ്തതയും വിദേശ ആശ്രയത്വം കുറയ്ക്കലും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. പദ്ധതിക്ക് കീഴിൽ വരുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് രാജ്യത്തു നിന്ന് തന്നെ വിക്ഷേപിക്കുന്നവയായിരിക്കും. പിക്സൽ സ്പേസ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിന് നൽകിയിരിക്കുന്ന കരാർ സ്വകാര്യ മേഖലയുടെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ ഒരു ചരിത്ര വഴിത്തിരിവാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധ നേടിയ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി ഹോണർ. X7C 5G ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് കമ്പനി അറിയിച്ചു. X സീരീസിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം ഹോണർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഹോണർ X7C 5G എന്നാണ് വരാൻ പോകുന്ന ഫോണിന്റെ പേര്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര വിപണികളിൽ അവതരിപ്പിക്കപ്പെട്ട ഫോണാണിത്. എന്നാൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഹോണർ X7C 5G മോഡൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഫോറസ്റ്റ് ഗ്രീൻ, മൂൺലൈറ്റ് വൈറ്റ് നിറങ്ങളിലാണ് ഈ ഫോൺ വരുന്നത് എന്നും ഇന്ത്യയിൽ 8GB + 256GB മോഡലിലും ഈ 5G ഫോൺ ലഭ്യമാകുമെന്നും ടീസർ വ്യക്തമാക്കുന്നു. സർട്ടിഫൈഡ് വാട്ടർ, പൊടി, SDS സർട്ടിഫിക്കേഷനോടുകൂടിയ ട്രിപ്പിൾ റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷനും SDS സർട്ടിഫിക്കേഷനോടുകൂടിയ ഡ്രോപ്പ് റെസിസ്റ്റൻസും ഇതിൽ ഉണ്ടായിരിക്കുമെന്ന് കമ്പനി പറയുന്നു. X7C 5G വരുമെന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും കൃത്യമായ ലോഞ്ച് തീയതി വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ ഇലക്ട്രിക് വാഹന ഭീമനായ ടെസ്ല ഇന്ത്യയിലെ 2ാമത്തെ ശാഖ ഡൽഹിയിൽ ആരംഭിച്ചു. എയ്റോ സിറ്റിയിലാണ് എക്സ്പീരിയൻസ് സെന്ററിനൊപ്പം ചാർജിംഗ് സ്റ്റേഷനും ടെസ്ല ആരംഭിച്ചത്. എയ്റോ സിറ്റിയുടെ വേൾഡ് മാർക്ക് 3യിൽ സ്ഥിതി ചെയ്യുന്ന എക്സ്പീരിയൻസ് സെന്റർ 1 മാസത്തിനുള്ളിൽ തുറക്കുന്ന 2ാമത്തെ സ്റ്റോറാണ്. മുംബൈയിലെ ബാന്ദ്രയിലാണ് ആദ്യ ഇന്ത്യൻ ഔട്ട്ലെറ്റ്. ഡൽഹി സ്റ്റോറിലെ ചാർജിംഗ് ഉപകരണങ്ങളിൽ 4 DC സൂപ്പർ ചാർജറുകളും 3 AC ഡെസ്റ്റിനേഷൻ ചാർജറുകളും ഉൾപ്പെടുന്നു. V4 യൂണിറ്റുകൾക്ക് വെറും 15 മിനിറ്റിനുള്ളിൽ ഏകദേശം 267 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചിനുള്ള ചാർജ് ചെയ്യാൻ കഴിയും.
2023-ലും 2024-ലും ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹന വിൽപ്പന പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ പുതിയ മോഡൽ വൈയുടെ ടെസ്റ്റ് ഡ്രൈവുകൾ ഡൽഹി എക്സ്പീരിയൻസ് സെന്റർ നൽകും. ടെസ്ലയുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ ഉപഭോക്താക്കൾക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്യാം. ഡെലിവറികൾ അടുത്ത മാസം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI മേഖലയിൽ ഇന്റലിജൻസ് എഞ്ചിനായി മൈക്രോസോഫ്റ്റ് മാറുമെന്ന് CEO സത്യ നദല്ല. സോഫ്റ്റ്വെയർ കമ്പനി എന്ന നിലയിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യമിനി മുന്നോട്ടു പോകില്ലെന്നും നദല്ല വ്യക്തമാക്കി. പ്രത്യേക ജോലികൾക്കായി സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിലല്ല, മറിച്ച് ആർക്കും അവരവരുടെ സ്വന്തം ഇന്റലിജന്റ് ടൂളുകളും സൊല്യൂഷനുകളും നിർമ്മിക്കാൻ സഹായിക്കുന്ന AI സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഭാവിയെന്ന് CEO പ്രഖ്യാപിച്ചു. ആപ്പുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് അവ നിർമ്മിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കുന്നതിലേക്കുള്ള മാറ്റത്തിനാണ് മൈക്രോസോഫ്റ്റ് ഒരുങ്ങുന്നത്. ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ഗവേഷകനെയോ വിശകലന വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു കോഡിംഗ് ഏജന്റിനെയോ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് കമ്പനി വിഭാവനം ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ പ്ലാറ്റ്ഫോം, ആപ്പുകൾ എന്നിവയെല്ലാം AI പുനർവിഭാവനം ചെയ്യും. മുൻപ് വൻകിട കോർപ്പറേഷനുകൾക്കും സാങ്കേതിക വിദഗ്ധർക്കും മാത്രം ലഭ്യമായിരുന്ന AI സംവിധാനങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുമെന്നും കമ്പനി വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.